മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ ആ കറക്റ്റ് ആശയമോ ഒക്കെ വന്നിട്ടില്ലെങ്കിൽ നമുക്കതിൽ മാർക്ക് കുറയും. പക്ഷേ ഇതിലാണെങ്കിൽ നമുക്ക് ആ ചെയ്ത വഴിക്കും സ്റ്റെപ്പിനും ഒക്കെ അനുസരിച്ച് നമുക്ക് മാർക്കുകൾ കിട്ടും. അപ്പൊ നമുക്ക് മാത്സ് എപ്പോഴും മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ എളുപ്പമുള്ള ഒരു വിഷയം തന്നെയാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കി പഠിക്കണം. അപ്പൊ നമുക്ക് അതിലെ മാത്സില് ഒറ്റ സംഖ്യകള്, ഇരട്ട സംഖ്യകള്, പിന്നെ ഏറ്റവും വലിയ ഒരക്കം, രണ്ടക്കം, മൂന്നക്കം, ചെറിയ ഒരക്കം, രണ്ടക്കം, മൂന്നക്കം, അങ്ങനെയൊക്കെയല്ലേ. പിന്നെ ചതുഷ്ക്രിയകള്, കൂട്ടാന്, കുറയ്ക്കാന്, ഗുണിക്കാന്, ഹരിക്കാന്, ഇതൊക്കെ അറിയുന്ന ഒരു കുട്ടിക്ക് മാത്സിൽ നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് നമ്മൾ നന്നായിട്ട് വായിച്ചു നോക്കണം. ഒരു 2-3 തവണ എങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. ആ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് നമ്മൾ അതിലെന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നോക്കുക. ഈ തന്ന കാര്യങ്ങളിൽ നിന്നും ഈ കണ്ടുപിടിക്കേണ്ട കാര്യം തമ്മിലുള്ള ബന്ധം എന്താണെന്നും ശ്രദ്ധിക്കുക. ഈ 3 പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ആൻസറിൽ എത്താൻ സാധിക്കും. നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് കേൾക്കുന്ന സമയത്ത് നമുക്ക് ആകെ ടെൻഷൻ ആവും. എന്താ ഇത്, ഏതാണ്, നമ്മൾ പഠിച്ചതുമായിട്ടൊന്നും ഒരു ബന്ധം തോന്നില്ല. പക്ഷേ നമ്മൾ ഈ 3 പോയിന്റുകൾ ശ്രദ്ധിക്കുക. അതായത് എന്താണ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, തന്നിട്ടുള്ള കാര്യത്തിൽ നിന്നും കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ 3 പോയിന്റ് നമ്മൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ അതിൽ ഓരോ നമുക്കിപ്പോൾ അറിയാം, നിങ്ങൾക്കിപ്പോൾ 3-4 ദിവസമായിട്ട് ക്ലാസ്സുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒക്കെ മാറിയതൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രസ്താവനകൾ തന്നിട്ടുണ്ടാവും. അപ്പൊ അതിൽ ഒരെണ്ണം മാത്രം ആയിരിക്കില്ല ശരി ഉണ്ടാവുക. 1, 2, 3 ചിലപ്പോൾ എല്ലാം ശരിയാവും. അപ്പൊ അതിന്റെ താഴെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇനി ഞാൻ ക്വസ്റ്റ്യൻസിന്റെ ടൈപ്പിനെ കുറിച്ചിട്ടൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 3-4 ദിവസമായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും ഇതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ടീച്ചേഴ്സ് ഒക്കെ തരുന്നുണ്ടാവുക. അപ്പൊ അതേ രീതിയിലുള്ള നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ അതിന്റെ ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ വോയിസ് ഇതാവണ്ട. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. മനസ്സിലാവാത്ത ഭാഗങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാ. അപ്പൊ ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം കേട്ടോ. ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടോ എല്ലാവർക്കും? ടീച്ചർ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടോ? ഇല്ല. ടീച്ചറെ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ നിങ്ങള് മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ടീച്ചർ ടൈപ്പ് ചെയ്യാ. അതിന് ടൈപ്പ് ചെയ്യാന് അവിടെ 3 കുത്തുകളില്ലേ? അവിടെ ഇൻകോൾ മെസ്സേജസ് കാണുന്നുണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യാം. ഞാൻ അടിച്ചു നോക്കട്ടെ. ഓക്കെ. എന്തായാലും ഞാൻ ക്ലാസ് പറയാം, ശ്രദ്ധിക്കട്ടോ. എന്ത് ക്വസ്റ്റ്യൻസ് പോയി? ഇതാരാ വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യണ്ടോ? വേറെ ആരോ വീഡിയോ പ്രസന്റ് ചെയ്യണ്ടോ? സാധ്യത ടീച്ചറെ, വേറെ ആരോ സ്ക്രീൻ പ്രസന്റ് ചെയ്യണ്ടല്ലോ? ആരാ? ഒരു ഷക്കീറോ ആരാണ് പ്രസന്റ് ചെയ്യണ തോന്നുന്നു. അതെ അതെ.
അത് ഓഫാക്കിയാലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കാണുള്ളൂ. ആ ഷക്കീർ എന്നുള്ള ഐഡിയിൽ കയറിയുള്ള വീഡിയോ പ്രസന്റ് ചെയ്യുന്നത് ഓഫ് ആക്കൂ. ഞാൻ ഒന്നും കൂടെ ഷെയർ ചെയ്തേക്കാം. എനിക്ക് പോണുള്ളൂ. അതാണ്, ഒരു മിനിറ്റ്. വരുന്നില്ലേ, കാണുന്നില്ലേ ടീച്ചർ? കാണുന്നു. ടീച്ചർ കാണുന്നുണ്ട്. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 6741 എന്ന സംഖ്യയെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? നമുക്ക് ഈ പറഞ്ഞ പോലെ കാണുന്നില്ല. ടീച്ചർ കാണുന്നില്ല. ടീച്ചർ കാണുന്നില്ല. ഒന്ന് താഴ്ത്തിക്ക് ആക്കൂ, ഇത് കാണും കേട്ടോ, പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ, കാണാത്തവര്. 6741 എന്ന സംഖ്യയെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ആ 4 പ്രസ്താവനകളും നമ്മൾ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക. അപ്പൊ ഒന്നാമത്തതിൽ വരുന്നത് 67 നൂറുകളും 41 ഒന്നുകളും എന്നാണ്. അപ്പൊ നമ്മൾ 6741 എന്നുള്ളതിൽ എത്ര നൂറുകൾ ഉണ്ട് എന്ന് നോക്കുക. നൂറുകൾ നമ്മൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? അതില് അതിന്റെ പ്ലേസ് വാല്യൂകൾ നോക്കുക അല്ലെ. 1, 10, 100, 1000. അപ്പൊ അതില് 100ന്റെ സ്ഥാനത്ത് 7 7ന്റെ ബാക്കിലുള്ള സംഖ്യയും കൂടെ അവിടെ നിങ്ങടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ 67 നൂറുകളാണ് അതിലുള്ളത്. 67 നൂറുകളും 41 ഒന്നുകളുമാണ് അതിൽ വരുന്നത്. അപ്പൊ ആ ഒരു പ്രസ്താവന ശരിയാണ് അല്ലെ. പിന്നെ അതിൽ രണ്ടാമത്തെ പ്രസ്താവന ചോദിച്ചിരിക്കുന്നത് 6000-ഉം 741 ഒന്നുകളുമാണ്. നമുക്കറിയാം 6741 6000-ഉം ഉണ്ട്, 741 ഒന്നുകളുണ്ട്. അപ്പൊ ആ ഒരു പ്രസ്താവനയും ശരിയാണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഓരോ കണക്കുകളും ചെയ്തു നോക്കുന്ന സമയത്ത് നമ്മൾ ശരിയുള്ള ഭാഗത്ത് നമ്മൾ ആ എന്റെ അവിടെ ശരിയായതുകൊണ്ട് നമ്മൾ അവിടെ ശരിയിട്ട് വെക്കുക. അപ്പൊ ബിയും ശരിയാണ്, അപ്പൊ അതും നമ്മൾ ശരിയിട്ട് വെക്കുക. പിന്നെ അടുത്ത പ്രസ്താവന ചോദിച്ചിരിക്കുന്നത് 6741 ഒന്നുകൾ എന്നാണ്. അതിൽ നമുക്കറിയാം 6741 ഒന്നുകളാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രസ്താവനയും ശരിയാണ്. അടുത്തത് വന്നിരിക്കുന്നത് 674 പത്തുകൾ. 6741 674 പത്തുകൾ തന്നെയാണ് ഉള്ളത് അല്ലെ. പിന്നെ ബാക്കി ഒന്നുകളും. അപ്പൊ ഡിയും ശരിയാണ്. അപ്പൊ നമ്മളിപ്പോ അതിൽ ശരിയിട്ടത് എയും ബിയും സിയും ഡിയും ആണ്. അപ്പൊ 4 നമുക്ക് ശരിയെന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഒന്നാമത്തത് എ ഡി ശരിയാണ്, 2 ബി സി ശരിയാണ്, 3 എല്ലാം ശരിയാണ്, 4 എ ബി ഡി ശരിയാണ്. അപ്പൊ നമ്മളത് ഏത് ഓപ്ഷനാണ് ശരി വരിക? എല്ലാവരും ഒന്ന് നമ്പർ മെസ്സേജില് നമ്മൾ നമ്പർ അയക്കുക കേട്ടോ. അപ്പൊ 3 എന്നുള്ള ഓപ്ഷൻ അല്ലേ നമുക്ക് ശരിയായത്. അപ്പൊ അത് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ എല്ലാം ശരിയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. രണ്ടാമത്തത്, മീനുവിന്റെ കയ്യിൽ 600 രൂപയുണ്ട്. അത് 6000 രൂപയാവാൻ എത്ര 100 രൂപ നോട്ട് കൂടി വേണം എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 6000 രൂപയ്ക്ക് ആവാൻ എത്ര 100 രൂപ നോട്ടുകൾ വേണമെന്ന് നോക്കുക. അപ്പൊ 100-ല് നമുക്ക് 2 പൂജ്യമാണ് വരുന്നത് അല്ലെ. ഞാൻ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പൊ 6000-ല് 2 പൂജ്യം ഇങ്ങോട്ട് മാറ്റിയാൽ ബാക്കി നമുക്ക് എത്ര എണ്ണ വരിക? 60 അല്ലേ വരിക. അപ്പൊ 6000 ആവാൻ നമുക്ക് വേണ്ടത് 60 നോട്ടുകളാണ്. അപ്പൊ മീനുവിന്റെ കയ്യിൽ ഇപ്പൊ എത്രയുണ്ട്? 600 രൂപയുണ്ട്.
അപ്പൊ 600 രൂപയിൽ നമുക്ക് എത്ര നോട്ടുകൾ വരും? 600 രൂപയിൽ എത്ര നോട്ടുകളാ വരിക 100ന്റെ? 6 എണ്ണം വരും. അപ്പൊ നമുക്ക് 60 എണ്ണാണ് വേണ്ടത്. 6 എണ്ണം കയ്യിലുണ്ട്. അപ്പൊ 60ൽ നിന്നും 6 നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 54. യെസ്, ഏതാ ഓപ്ഷൻ വരിക? 54. 54 എന്നുള്ള ഓപ്ഷൻ വരിക. അപ്പൊ അതിന്റെ ഉത്തരം ബി ആണ് വരിക അല്ലെ? 54. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ 12ാമത്തെ കുട്ടിയുടെ നമ്പർ 6000. എന്തിനാ? അയ്യോ, എഴുതിയെടുക്കുമ്പോഴേക്കും നമുക്ക് സമയം ഒരുപാടാവില്ലേ? ഇത് ഈ ക്ലാസ്സിന്റെ വീഡിയോ ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ ഇട്ട് തരൂ കേട്ടോ. നമുക്ക് ഓരോരുത്തരും എഴുതിയെടുക്കുമ്പോഴേക്കും ഒരുപാട് ടൈം ആവില്ലേ? അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് അപ്പൊ തന്നെ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ 12ാമത്തെ കുട്ടിയുടെ നമ്പർ 6342 ആണ്. എന്നാൽ ഒന്നാമത്തെ കുട്ടിയുടെ നമ്പർ എത്ര? അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക, 6342 12ാമത്തെ കുട്ടിയുടെയാണ്. അപ്പൊ ഒന്നാമത്തെ കുട്ടിയുടെ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും 6342 കൂടുകയാണോ കുറയാണോ ചെയ്യുക? അല്ലെ? നമ്മുടെ ഇപ്പൊ ക്ലാസ്സിൽ തന്നെ റോൾ നമ്പർ പറയുമ്പോ നമ്മള് 1, 2, 3 അങ്ങനെയല്ലേ? അപ്പൊ 12ാമത്തെ കുട്ടിയുടെ 12 ആയിരിക്കും, ആദ്യത്തെ കുട്ടിയുടെ 1, 2 അങ്ങനെയായിരിക്കും. 330. അപ്പൊ നമ്മള് 6342 ശ്രദ്ധിക്കുക, പറയുന്നത് ശ്രദ്ധിക്കുക, ഒരു മിനിറ്റ്. 6342 കുറയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് 6342 നിന്നും 12ാമത്തെ കുട്ടിയുടെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ കണ്ടുപിടിക്കണമെങ്കിൽ 12ാമത്തെ കുട്ടിയുടെ നമ്പർ അത് നമുക്ക് മൈനസ് ചെയ്യാം, കുറയ്ക്കാം. അപ്പൊ 6342 നിന്നും 12 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 6330 എന്ന് കിട്ടും. പക്ഷെ ഉത്തരം അതല്ല വരിക, അതിന്റെ കൂടെ നമ്മൾ 1 കൂട്ടണം. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളിപ്പോ ഇവിടെ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്തത്, കുറച്ചാൽ നമ്മൾ അതിന്റെ കൂടെ 1 കൂട്ടുക. ഇനി നമുക്ക് ഒന്നാമത്തെ കുട്ടിയുടെ തന്നിട്ട് 12ാമത്തെ കുട്ടിയുടെയാണ് കാണാൻ പറഞ്ഞാല്, അപ്പൊ നമ്മൾ ഒന്നാമത്തെ തന്നിട്ട് 12ാമത്തെ ആണെങ്കിൽ 12 കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. അപ്പൊ അവിടെ ആ ഒരു 1 കൂട്ടലും കുറയ്ക്കലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ എപ്പോഴും വരും. അത് എപ്പോഴൊക്കെയാണ് വെച്ചാൽ, നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്തതെങ്കിൽ 1 കൂട്ടുക, കൂട്ടുകയാണ് ചെയ്തതെങ്കിൽ 1 കുറയ്ക്കുക. കൂട്ടുന്നത് എപ്പോഴാണ്? ഒന്നാമത്തെ കുട്ടിയുടെ നമ്പർ തന്നിട്ട് 12ാമത്തെ കുട്ടിയുടെ കാണാൻ പറഞ്ഞാൽ നമ്മൾ 12 കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 12ാമത്തെ കുട്ടിയുടെ തന്നിട്ട് ഒന്നാമത്തെ കുട്ടിയുടെ കാണാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് 12ാമത്തെ കുട്ടിയുടെ എന്ന് പറഞ്ഞാൽ 12 കുറച്ച് അവിടെ നമ്മൾ 1 എന്താ ചെയ്യേണ്ടത്? ഓപ്ഷൻ ബി, 1 കൂട്ടുകയാണ് ചെയ്യേണ്ടത് അല്ലെ? കൂട്ടുക. അപ്പൊ അത് ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. കുറയ്ക്കുകയാണെങ്കിൽ 1 കൂട്ടുക, കൂട്ടുകയാണെങ്കിൽ 1 കുറയ്ക്കുക. ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ 6342 നിന്നും 12 കുറച്ചാല് നമുക്ക് 6330 എന്ന് കിട്ടും. അപ്പൊ അത് കൂടെ നമ്മൾ 1 കൂട്ടിയാൽ എന്ത് ഉത്തരം കിട്ടും? 6331. മനസ്സിലാവണുണ്ടോ? പറയുന്നത് മനസ്സിലാവണുണ്ടോ? ആ പോയിന്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ 1 കൂട്ടുക, അതായത് ഒന്നാമത്തെ കുട്ടിയുടെ തന്നിട്ട് 12ാമത്തെ കുട്ടിയുടെ കാണാൻ പറഞ്ഞാൽ നമ്മൾ 12 കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. അവിടെ നമ്മൾ കൂട്ടി, അപ്പൊ നമ്മൾ ഇനി 1 കുറയ്ക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ 12ാമത്തെ കുട്ടിയുടെ തന്നിട്ട് ഒന്നാമത്തെ കുട്ടിയുടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ 12 കുറച്ച്, അവിടെ 12 കുറച്ചത് കൊണ്ട് നമ്മൾ ഇനി അവിടെ 1 കൂട്ടുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ അവിടുത്തെ ഓപ്ഷൻസ് ഏതാ ഉത്തരം വരിക? ഏത് ഓപ്ഷനാ വരിക? ബി, 6331. ഇനി ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി 4ാമത്തെ നോക്കൂ. 999 1 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ അബാക്കസിൽ ക്രമീകരിക്കാൻ എത്ര മുത്തുകൾ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അബാക്കസ് ഒക്കെ അറിയുന്നുണ്ടാവും, ക്ലാസ്സിലൊക്കെ ചെയ്യുന്നതായിരിക്കും. 999 എന്ന് പറയുമ്പോൾ
മ്യൂട്ട് ചെയ്യൂ കേട്ടോ. എല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. ഒന്ന് മ്യൂട്ട് ചെയ്യൂ. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, പറയണ്ട കേട്ടോ. ഞാനിവിടെ നമ്മൾ സാധാരണ ഇവിടെ വരുന്ന തെറ്റ് എന്താന്ന് വെച്ചാല് 999 എന്ന് പറയുമ്പോൾ നമ്മള് 27 30 നമ്മൾ കണക്കാക്കും. അപ്പൊ അത് കൂടെ ഒന്ന് കൂട്ടിയാൽ വരുമ്പോ നമ്മളപ്പോ അവിടെ ആ 27 26 എന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ 999 ഒന്ന് കൂട്ടിയാൽ നമുക്ക് ഉത്തരം വരിക 1000 ആണ്. 1000-ൽ നമുക്ക് ഒരു മുത്തേ വേണ്ടുള്ളൂ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ആരുടെയോ മൈക്ക് ഓണാണ്, അതുകൊണ്ടാണ്. കേൾക്കാനില്ല, ഒന്നും കേൾക്കാനില്ല. കേൾക്കുന്നില്ലേ? ടീച്ചറൊന്നും കേൾക്കാനില്ല. അതാരോ മൈക്ക് അതിന്റെ ഇടയിൽ ഓണായി ഉണ്ടായിരുന്നു. ആരുടെയോ മൈക്ക് ഓണായിട്ടുണ്ട്. ഇപ്പൊ കേൾക്കാണ്ടോ ടീച്ചർ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ ടീച്ചർ? കേൾക്കാനുണ്ടോ? ടീച്ചറെ കേൾക്കാനുണ്ടോ പറയുന്നത്? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇടയില് മൈക്ക് ആരുടെ ഓൺ ആയിട്ടേ എല്ലാ വോയിസും കൂടെ മിക്സ് ആയിട്ട്. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇതില് നമ്മൾ ഉത്തരം ബി ആണ് വന്നത് അല്ലെ? 1. നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, പറയണ്ട കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 7 2 5 6 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്നാണ് ചോദ്യം വരുന്നത്. 7 2 5 6. നമ്മൾ ഇത്രയും കാർഡുകൾ വെച്ചിട്ട് നമ്മള് സംഖ്യകൾ ഉണ്ടാക്കുമല്ലോ അല്ലെ? 4 അക്ക സംഖ്യകള്. നമുക്ക് ആദ്യം ഏതാ പറയണ്ടേ? 24. ടീച്ചർ 24 സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. നമുക്ക് നമ്മൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, പറയണ്ട കേട്ടോ. മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങൾ വോയിസ് പറയണ്ട, ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആവില്ല. മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ ഇതിപ്പോ നമുക്ക് 4 എണ്ണം ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. വലിയ വലിയ കാർഡുകൾ തരികയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ 7ന്റെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ 7ന്റെ ഫസ്റ്റ് 7 തുടക്കം വരുന്ന രീതിയിൽ. കേൾക്കുന്നില്ലേ? ഇല്ല, ആർക്കും കേൾക്കുന്നില്ല? കേൾക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് 7 തുടക്കം വരുന്ന രീതിയിൽ ആദ്യം സംഖ്യകളൊന്ന് എഴുതി നോക്കുക. അപ്പൊ 7256 എന്ന് എഴുതാം അല്ലെ? പിന്നെ 7200 വെച്ച് പിന്നെ 56 നമുക്ക് തിരിച്ചെഴുതാം. അപ്പൊ 7265 എന്ന് വരും. അപ്പൊ 7ഉം 2ഉം വെച്ചിട്ട് നമ്മൾ എഴുതി. ഇനി 7ഉം 5ഉം തുടക്കം വരുന്ന രീതിയിൽ എഴുതാം. 7562, എനിക്ക് കേൾക്കാനുണ്ടായിരുന്നില്ല. 7526. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മള് രണ്ടാമത്തതില് 7 കഴിഞ്ഞ് പിന്നെ 6 വരുന്ന രീതിയിൽ 7652, 7625. അങ്ങനെ നമ്മൾ എഴുതി നോക്കുമ്പോൾ 7ന്റെ മാത്രം നമുക്ക് 6 എണ്ണം എഴുതാൻ പറ്റും. അതേപോലെ നമുക്ക് 2ന്റെ എഴുതാം, 5ന്റെയും എഴുതാം, 6ന്റെയും എഴുതാം. അപ്പൊ നമ്മള് 6 6 6 4 പ്രാവശ്യം 6 വരും. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്താൽ മതി? 4 പ്രാവശ്യം 6 കൂട്ടുന്നതിന് പകരം 6 ഗുണിക്കണം 4 ചെയ്ത് നോക്കുക. 6 4 എത്രയാണ്? മെസ്സേജ് ചെയ്താൽ മതി, പറയണ്ട കേട്ടോ. 6 4 നമുക്ക് വരിക 24 ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം 24 എന്ന് കിട്ടും. ഇനി നമ്മൾ അവിടെ ആ ഒരു സ്ഥാനത്ത് 7 2 5 0 എന്നാണെങ്കിൽ അവിടെ എത്രയാ ഉത്തരം വരിക? മെസ്സേജ് അയക്കും. ഇപ്പൊ നമ്മൾ 4 സംഖ്യകൾ അവിടെ വന്നു. അതിലെ ഒരു കാർഡില് 0 ആണെങ്കിൽ അവിടെ എത്രയായിരിക്കും ഉത്തരം വരിക? 7 2 5 0 എന്നാണെങ്കിൽ എന്താ ഉത്തരം വരിക? ഇപ്പൊ ഈ പറഞ്ഞ പോലെ 7 തുടക്കം വരുന്ന രീതിയിൽ നമ്മൾ 6 എണ്ണം എഴുതി, 2 തുടക്കം വരുന്ന രീതിയിൽ 6 എണ്ണം എഴുതി, 5 തുടക്കം വരുന്ന രീതിയിൽ 6 എണ്ണം എഴുതി. ഇപ്പൊ 3 6 എഴുതി. 0 തുടക്കം വരുന്ന രീതിയിൽ സംഖ്യകൾ വരില്ലല്ലോ. അപ്പൊ നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഈ 7ഉം 2ഉം 5ഉം തുടക്കം വരുന്ന രീതിയിൽ നമ്മൾ 6 6 6 എഴുതി. കുറെ പേര് ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്. 18 ആണ് ആൻസർ വരിക.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉത്തരം 18 കിട്ടുക. 6 3 18. 7 വെച്ച് 7 തുടക്കം വരുന്ന രീതിയിൽ 6 എഴുതി, 2 തുടക്കം വരുന്ന രീതിയിൽ 6 എഴുതി, 5 തുടക്കം വരുന്ന രീതിയിൽ 6 എഴുതി. അപ്പൊ 6 3 18. പിന്നെ 0 തുടക്കം വരുന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ 18 വരിക. പക്ഷെ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് 4 കാർഡുകൾ ഉപയോഗിക്കാം. 7 2 5 6 ഈ 4 കാർഡുകളും ഉപയോഗിക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉത്തരം വരിക 24 എന്നുള്ള ഉത്തരം കിട്ടും. ഇനി അടുത്ത എന്ത് നോക്കൂ, 6ാമത്തെ ചോദ്യം. ഒറ്റ ഇരട്ട സംഖ്യകളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതാണ് എന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ഒറ്റ ഇരട്ട സംഖ്യകളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതില് 2 ഒറ്റ സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചെറിയ സംഖ്യകൾ നോക്കുക. നമുക്ക് അറിയുന്ന സംഖ്യകൾ വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ അറിയുന്ന സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യകൾ വരിക ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 1 3 5 7 ഇതൊക്കെ അല്ലേ വരിക. അപ്പൊ നമ്മൾ 2 ഒറ്റ സംഖ്യകൾ എടുത്ത് നോക്കുക. 1 3 നമ്മൾ കൂട്ടി നോക്കുക. 1 3 കൂടെ കൂട്ടിയാൽ നമുക്ക് ഉത്തരം എന്ത് കിട്ടും? 4 എന്ന് കിട്ടും അല്ലെ. അതേപോലെ വേറൊരു ഒറ്റ സംഖ്യ എടുത്താൽ ഇപ്പൊ 5 3 5 3 8 വരുന്നത്. അപ്പൊ 8 ഒരു ഇരട്ട സംഖ്യയാണ്. 1 3 കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 4 കിട്ടി. 4 ഒരു ഇരട്ട സംഖ്യയാണ്. പിന്നെ നമുക്കറിയാവുന്ന ഏതെങ്കിലും ചെറിയ സംഖ്യകൾ ഇതുപോലെ കൂട്ടി നോക്കുക. 7 3 കൂടെ കൂട്ടി നോക്കുക. അത് രണ്ടും ഒറ്റ സംഖ്യയാണ്. ആ 2 സംഖ്യകളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 10 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ ഒരു 2 3 എണ്ണം നമ്മൾ ചെയ്ത് നോക്കുക. ഇതേപോലെ നമുക്കറിയാവുന്ന ചെറിയ സംഖ്യകൾ എടുത്തിട്ട് എപ്പോഴും ചെയ്ത് നോക്കുക. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം നമ്മൾ 2 ഒറ്റ സംഖ്യകളാണ് എടുത്തത്. ആ 2 ഒറ്റ സംഖ്യകൾ കൂട്ടിയപ്പോഴും നമുക്ക് വന്ന ഉത്തരം ഇരട്ട സംഖ്യയാണ് അല്ലെ. അപ്പൊ 1ാമത്തെ പ്രസ്താവന ശരിയാണ്. 2 ഒറ്റ സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യ ആയിരിക്കും. അത് ശരിയാണ്. നമ്മളോട് ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ശരിയാണ്. അപ്പൊ അത് നമ്മുടെ ഉത്തരത്തിൽ പെടില്ല. ഇനി അടുത്തത് വരുന്നത് 2 ഇരട്ട സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യ തന്നെ ആയിരിക്കും. അപ്പൊ ഇതേപോലെ തന്നെ നമുക്കറിയുന്ന 2 ചെറിയ സംഖ്യകൾ എടുത്തു നോക്കുക. അപ്പൊ 2 4 6. പിന്നെ 8 10 8 10 ആണെങ്കിൽ 18. ഇനിയിപ്പോ 20 22 44. അങ്ങനെ നമുക്കറിയാവുന്ന ചെറിയ ചെറിയ സംഖ്യകൾ 4 2 6. അപ്പൊ അതൊക്കെ 2 ഇരട്ട സംഖ്യകൾ തമ്മിൽ നമ്മൾ കൂട്ടുന്ന സമയത്തും നമുക്ക് കിട്ടുന്ന ഉത്തരം അത് ഇരട്ട സംഖ്യയാണ്. അപ്പൊ 2ാമത്തെ ഓപ്ഷൻ 2 ഇരട്ട സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യ ആയിരിക്കും. അപ്പൊ അതും ശരിയായ ഉത്തരമാണ്. അപ്പൊ നമുക്കിവിടെ തെറ്റായതാണ് കിട്ടേണ്ടത്. ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ എയും ബിയും അല്ല. ഇനി സി നോക്കുക. ഒരു ഒറ്റ സംഖ്യയുടെയും ഒരു ഇരട്ട സംഖ്യയുടെയും തുക ഒറ്റ സംഖ്യ ആയിരിക്കും. അപ്പൊ ഒരൊറ്റ സംഖ്യ എടുത്തു നോക്കുക 1. ഒരു ഇരട്ട സംഖ്യ എടുത്തു നോക്കുക 3. 2. 1ഉം 2ഉം കൂട്ടിയാൽ 3 ഉത്തരം വരുന്നത്. ഇനി വേറെ ഒരു ഒറ്റ സംഖ്യ നോക്കുക 3. ഇരട്ട സംഖ്യ 4. അപ്പൊ 3ഉം 4ഉം 7. അപ്പൊ നമുക്ക് അവിടെ കിട്ടിയത് ഒറ്റ സംഖ്യയാണ്. ഇനി വേറെ ഒരെണ്ണം എടുത്ത് നോക്കാം 2 5. 2 ഇരട്ട സംഖ്യയാണ്, 5 ഒറ്റ സംഖ്യയാണ്. അപ്പൊ അത് കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഉത്തരം എന്താണ്? ഒറ്റ സംഖ്യ തന്നെയാണ് അല്ലെ. അപ്പൊ 2ഉം 5ഉം 7. നമ്മുടെ ഇവിടെ 3ാമത്തത് എന്തായിരുന്നു? ഒരു ഒറ്റ സംഖ്യയുടെയും ഇരട്ട സംഖ്യയുടെയും തുക ഒറ്റ സംഖ്യ ആയിരിക്കും. അപ്പൊ അതും ശരിയാണ്. അപ്പൊ ആ പറഞ്ഞ 3 പോയിന്റും ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഡി നോക്കാം. 2 ഒറ്റ സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കുന്നു. മുകളിൽ നമ്മൾ ചെയ്തതാണ് 2 ഒറ്റ സംഖ്യകളുടെ തുക. 1 3 4, 7 9 ആണെങ്കിൽ 16, പിന്നെ 5 3 ആണെങ്കിൽ 8. ഇതൊക്കെ നമ്മൾ കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഉത്തരം എന്തായിരുന്നു? ഇരട്ട സംഖ്യയായിരുന്നു. ഇപ്പൊ 2 ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം ഇരട്ട സംഖ്യയാണ്. അപ്പൊ ഇവിടുത്തെ തെറ്റായ പ്രസ്താവന ഏതാ വരിക? ഇതിൽ ഏത് ഓപ്ഷനാ ഒന്ന് കമന്റ് ചെയ്യൂ. ഏത് ഓപ്ഷനാ വരിക? ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നമ്മള് മതി, ഞാൻ പറഞ്ഞു മൈക്ക് മ്യൂട്ട് ചെയ്തു കേട്ടോ. നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ഇതുപോലെ ഓരോ പ്രസ്താവന നമ്മൾ ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ നോക്കിയിട്ട് അങ്ങോട്ട് പോകും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. ഓരോ പ്രസ്താവനകളും നമുക്ക് അറിയുന്ന പോലെ ഇതുപോലെ നമുക്ക് അറിയുന്ന ചെറിയ സംഖ്യകൾ എടുത്തിട്ട് ചെയ്തു നോക്കുക. അല്ലാതെ ആദ്യം തന്നെ വലിയ സംഖ്യകളൊന്നും നിങ്ങൾ കൂട്ടണ്ട. നമുക്ക് മാത്സിൽ എന്താ വെച്ചാൽ 2 3 നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ സംഖ്യകൾ വെച്ച് അത് ജനറലൈസ് ചെയ്ത് നമുക്ക് പോവാം. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ഉത്തരങ്ങൾ വരുന്നുണ്ടാവുക. ഇപ്പൊ നമുക്കറിയാവും, ഇപ്പൊ എല്ലാ LSS എഴുതുന്ന കുട്ടികൾക്കും ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും ഇപ്പൊ ചെറിയ ചെറിയ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ ഒക്കെ അറിയുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇതുപോലെ ഇവരെന്താണോ പറയുന്നത് അത് വെച്ചിട്ട് നമുക്ക് വർക്ക്ഷീറ്റ് ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ ഈ 4 പോയിന്റുകൾ നമ്മൾ ചെയ്ത് നോക്കി. അതിൽ 3 എണ്ണം എന്താണ് ശരിയായിട്ടാണുള്ളത്, ഒരെണ്ണം മാത്രം. അപ്പൊ അവസാനത്തേക്ക് എത്തിയപ്പോഴാണ് നമുക്ക് തെറ്റായത് നമുക്ക് കിട്ടിയിട്ടുള്ളൂ.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഓരോ കണക്കുകളും നമ്മൾ ചെയ്ത് നോക്കിയിട്ട് തന്നെ ചെയ്യണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. 2000-നും 2100-നും ഇടയില് ഒന്നിന്റെ സ്ഥാനത്ത് 0 വരുന്ന 4 അക്ക സംഖ്യകളെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണെന്നാണ്. അപ്പൊ 2000-നും 2100-നും ഇടയിൽ. അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ആൾ എണീക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ 3 ആളും കൂടെ എണീക്കുവോ? ഇല്ലല്ലോ, നമ്മുടെ ഇടയിലുള്ള ആള് മാത്രമേ എണീക്കുള്ളൂ. അപ്പൊ നമ്മൾ 2000-നും 2100-നും ഇടയിൽ എന്ന് പറയുമ്പോൾ 2000-ഉം 2100-ഉം നമ്മൾ കണക്കാക്കരുത്. അപ്പൊ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ സംഖ്യകൾ നോക്കും. ഇപ്പൊ നമ്മുടെ സ്കൂളിലാണെങ്കിൽ ഇപ്പോ 1-നും 2-നും അല്ല 1-നും 4-നും ഇടയിൽ ഉള്ള കുട്ടികൾ എണീറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ 2ഉം 3ഉം ആയിരിക്കും എണീറ്റ് നിൽക്കുക അല്ലെ. 1-ഉം 2ഉം 3ഉം 4ഉം എണീറ്റ് നിൽക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ചെറിയ സംഖ്യകൾ വെച്ചിട്ട് നമ്മൾ നോക്കുക. എന്നിട്ട് അത് അപ്പൊ നമുക്ക് മനസ്സിലാവും 2000-നും 2100-നും ഇടയിൽ എന്ന് പറയുമ്പോൾ ഈ സംഖ്യകൾ കൂട്ടരുത്. കാരണം പ്രത്യേകിച്ച് പറയാൻ കാരണം ഈ സംഖ്യകളിലൊക്കെ പൂജ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ആയില്ല. അപ്പൊ നമ്മൾ ഇത് എണ്ണം കൂട്ടുന്ന സമയത്ത് നമ്മുടെ ഉത്തരങ്ങളാകെ തെറ്റും. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് നല്ലോണം നോക്കുക. അപ്പൊ 2000-നും 2100-നും ഇടയിൽ വരുന്നത് 2010 വരുന്നുണ്ട്, 2020, 2030, 2040, 2050, 2060, 2070, 2080, 2090. 2100 കൂട്ടണ്ട, കാരണം അതിന്റെ ഇടയിലാണല്ലോ പറഞ്ഞത്. അപ്പൊ നമുക്ക് 9 സംഖ്യകൾ വന്നു. അപ്പൊ നമ്മുടെ പ്രസ്താവനകൾ നോക്കുക. നമുക്ക് ഇനി ഇത് മാത്രമല്ല, നമ്മുടെ പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ആ ഉത്തരം മാത്രം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ ഉത്തരം ശരിയാവണമെന്നില്ല. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. 1ാമത്തെ പ്രസ്താവന എന്താ പറഞ്ഞിരിക്കുന്നത്? 1ന്റെ സ്ഥാനത്ത് 0 വരുന്ന 9 നാലക്ക സംഖ്യകൾ ഉണ്ട് എന്ന്. ഇപ്പൊ നമ്മൾ കണക്ക് കൂട്ടി നോക്കി അല്ലെ. 10 തൊട്ടിട്ട് 90 വരെ നമ്മൾ കണക്ക് കൂട്ടി. അപ്പൊ ആ സമയത്ത് നമുക്ക് എത്ര എണ്ണം തന്നെയാ വന്നത്? 9 എണ്ണം തന്നെയാ വന്നത്. അപ്പൊ നമ്മുടെ 1ാമത്തെ പ്രസ്താവന എന്താണ്? ശരിയാണ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ഇട്ട് വെക്കുക? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഓരോ പ്രസ്താവന നോക്കുമ്പോഴും അവിടെ അപ്പം തന്നെ നമ്മൾ പെൻസിലും കൊണ്ടോ അല്ലെങ്കിൽ പെൻ കൊണ്ടോ ഒന്ന് നമുക്ക് ശരിയിട്ട് വെക്കുക. അപ്പൊ 1ാമത്തെ പ്രസ്താവന നമുക്ക് ശരിയാണ്. അപ്പൊ കഴിഞ്ഞിട്ടില്ല, ഇനിയും ബാക്കി 3 എണ്ണം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 2ാമത്തെ പ്രസ്താവന നോക്കുക. ഈ സംഖ്യകളിൽ അവസാനത്തെ 4 അക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 7 ആണ്. അപ്പൊ അവസാനത്തെ 4 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ വരുന്നത് എന്താണ്? 2090 ആണ് അല്ലെ. നമുക്ക് 2010, 2020, 30, 40 അങ്ങനെ നമ്മൾ വരുന്നുണ്ട്. അതിൽ 2090 ആണ് അക്കങ്ങളുടെ തുക വരിക. അപ്പൊ 2090-ലെ അക്കങ്ങൾ വരുന്നത് 1, 2ഉം 9ഉം ആണ്. പിന്നെ 2 പൂജ്യങ്ങളാണ്. അപ്പൊ നമ്മൾ അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 2 കൂട്ടണം 0 കൂട്ടണം 9 കൂട്ടണം 0. അപ്പൊ 2ഉം 9ഉം നമുക്ക് 11 വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ 11 ആണോ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താണ് നമ്മുടെ അക്കങ്ങളുടെ തുക 7 ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. മൈക്ക് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. അപ്പൊ 7 ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? 11 ആണ്. ഇനി 11-നെ നമുക്ക് വീണ്ടും കൂട്ടാം. 1ഉം 1ഉം 2, എന്നാലും നമുക്ക് 7 കിട്ടില്ല. അപ്പൊ 2ാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അപ്പൊ നമ്മൾ അവിടെ തന്നെ നമുക്ക് തെറ്റ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് 3ാമത്തെ പ്രസ്താവന. 1ന്റെ സ്ഥാനത്ത് 0 വരുന്ന 11 നാലക്ക സംഖ്യകൾ ഉണ്ട് എന്നാ പറയുന്നത് അല്ലെ. നമ്മൾ കണക്കൂട്ടി നോക്കി, നമുക്ക് 9 എണ്ണേ വന്നുള്ളൂ, 11 എണ്ണം വന്നിട്ടില്ല. അപ്പൊ ആ ഒരു പ്രസ്താവനയും എന്താണ്? തെറ്റാണ്. ഇനി അടുത്ത പോയിന്റ്, ഇതിലെ 4 അക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യയാണ്. അപ്പൊ നമ്മൾ ഇതില് അവസാനത്തെ 4 അക്ക സംഖ്യ വന്നത് 2090 ആണ്. അവിടെ നമ്മൾ നേരത്തെ കണക്ക് കൂട്ടി 2ഉം 9ഉം ആണ് നമുക്ക് കൂട്ടേണ്ടത്. അപ്പൊ 2ഉം 9ഉം നമ്മൾ കൂട്ടിയപ്പോ നമുക്ക് 11 എന്ന് വന്നു. വീണ്ടും നമ്മൾ അതിനെ 11 ആണ്, അപ്പൊ നമുക്ക് വീണ്ടും അതിനെ കൂട്ടാം. 1ഉം 1ഉം കൂടെ കൂട്ടി. അപ്പൊ നമുക്ക് എന്താ ഉത്തരം വന്നത്? 2 എന്നാണ് വന്നത്. നമ്മുടെ ചോദ്യം എന്താണ്? അവസാന 4 അക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യയാണ്. ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ എത്രയാ? ഒന്ന് കമന്റ് ചെയ്തേ. ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ഏതാ? മെസ്സേജ് അയച്ചാ മതി, മെസ്സേജ് അയച്ചാ മതി കേട്ടോ. ഓക്കെ. അപ്പൊ ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ 2 ആണ് വന്നത്. അപ്പൊ നമ്മള് ഇതിൽ പറഞ്ഞ പോലെ ഏറ്റവും അവസാനത്തെ 4 അക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ തന്നെയാണ് വന്നത് അല്ലെ. 2 മതി കേട്ടോ. 2ഉം 9ഉം കൂടെ കൂട്ടിയപ്പോ നമുക്ക് 11 വന്നു. 11-നെ വീണ്ടും നമുക്ക് കൂട്ടാം. 1ഉം 1ഉം 2. അപ്പൊ നമുക്ക് ആ ഒരു ഓപ്ഷനും നമുക്ക് ശരിയായിട്ട് കിട്ടി. അപ്പൊ നമുക്ക് ഏതൊക്കെ ഓപ്ഷനുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? 1ാമത്തെ ഓപ്ഷനും
നാലാമത്തെ ഓപ്ഷന് നമുക്ക് ശരിയെന്ന് കിട്ടി. ഒന്നാമത്തെ എന്താണ്? 1ന്റെ സ്ഥാനത്ത് 0 വരുന്ന 9 നാലക്ക സംഖ്യകള്. നാലാമത്തെ ഓപ്ഷന് അതിന്റെ അക്കങ്ങളുടെ തുക ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ. ആ 2 പോയിന്റാണ് നമ്മൾ ശരിയിട്ട് വന്നത്. അപ്പൊ ഇനി നമ്മുടെ ഓപ്ഷൻസ് നോക്കുക. അതില് 1, 4 എന്നുള്ള ഓപ്ഷനുകൾ ശരിയായിട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. A 1 ആണ്, B 3 ആണ്, C 2, 3 ആണ്, D 1, 4 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ വരിക ഏതാണ്? D ആണ് അല്ലേ? അപ്പൊ D ആണ് 1, 4 വരുന്നത്. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ പറയണത്? ഓക്കെ ഓക്കെ. അപ്പൊ ഇനി അടുത്ത ചോദ്യം നോക്കൂ. 8ാമത്തെ ചോദ്യം. 2000-നും 3000-നും ഇടയിലുള്ള സംഖ്യയാണ്. ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടതാണ് കേട്ടോ. അത് നമുക്ക് നോക്കി നോക്കാം. 2000-നും 3000-നും ഇടയിലുള്ള സംഖ്യയാണ്. അപ്പൊ നമുക്കറിയാം 2000-നും 3000-നും എന്ന് പറഞ്ഞാൽ 2001, 2002, 2003 അങ്ങനെ വന്ന് 2999 വരെയുള്ള സംഖ്യകളും വരും അല്ലെ? അപ്പൊ ഈ സംഖ്യകളുടെ ഒക്കെ തുടക്കത്തിലുള്ള സംഖ്യ എന്താണ് വരിക? 2 ആണ് വരുന്നത് അല്ലെ? അതായത് 1000-ന്റെ സ്ഥാനത്തുള്ള സംഖ്യ. ഏതെടുത്താലും നമുക്ക് എന്ത് വരിക? 2 തന്നെയാണ് വരിക. 1000-ന്റെ സ്ഥാനത്ത് 2001 മുതൽ 2999 വരെ വരുന്നുണ്ട്. അപ്പൊ ഏത് സംഖ്യ എടുത്താലും 1000-ന്റെ സ്ഥാനത്തെ സംഖ്യ എപ്പോഴും 2 തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് 1000-ന്റെ സ്ഥാനത്ത് സംഖ്യ കിട്ടി, 2 എന്ന് കിട്ടി. ടീച്ചർ കേൾക്കാല്ലേ? കേൾക്കുന്നില്ലേ? ടീച്ചർ കേൾക്കുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നിങ്ങള് മൈക്ക് മ്യൂട്ട് ചെയ്യൂ കേട്ടോ, അപ്പോഴേ നമുക്ക് കേൾക്കുള്ളൂ. ഓക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്യാട്ടോ. ഓക്കെ, 2000-നും 3000-നും ഇടയിലുള്ള സംഖ്യ നമ്മൾ പറഞ്ഞു. അപ്പൊ 2001 മുതൽ 2999 വരെയുള്ള സംഖ്യകളാണ് ഇതിലുണ്ടാവുക. അപ്പൊ ഇതില് 1000-ന്റെ സ്ഥാനത്തെ സംഖ്യ നമുക്ക് കിട്ടി, 2 എന്ന് കിട്ടി. ഇനി നമുക്ക് അവിടെ തന്ന പോയിന്റുകൾ വായിച്ചു നോക്കുക. 1000-ന്റെ സ്ഥാനത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് 1ന്റെ സ്ഥാനത്തെ അക്കം. 1000-ന്റെ സ്ഥാനത്ത് നമ്മൾ 2 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളോട് പറഞ്ഞത് എന്താണ്? അതിന്റെ ഇരട്ടിയാണ് 1ന്റെ സ്ഥാനത്തെ അക്കം എന്ന്. 2ന്റെ ഇരട്ടി എത്രയാ വരിക? ഓക്കെ, 4 ആണ് വരിക അല്ലെ? അപ്പൊ 1ന്റെ സ്ഥാനത്ത് സംഖ്യ നമുക്ക് കിട്ടി, 2 എന്നും കിട്ടി, 4 എന്നും കിട്ടി. ഇനി അടുത്തത്, ഇനി നമുക്ക് 10ന്റെയും 100ന്റെയും സ്ഥാനത്ത് സംഖ്യകൾ കിട്ടണം. അപ്പൊ നമ്മൾ അടുത്ത പോയിന്റ് വായിച്ചു നോക്കുക. 1000-ന്റെ സ്ഥാനത്തെ അക്കത്തിന്റെ പകുതിയാണ് 10ന്റെ സ്ഥാനത്തെ അക്കം. 1000-ന്റെ സ്ഥാനത്ത് നമുക്ക് 2 എന്നുള്ള സംഖ്യ നമുക്ക് ആദ്യമേ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പകുതി, 2ന്റെ പകുതിയാണ് പറയുന്നത്. 2ന്റെ പകുതി എത്രയാ വരിക? 1. അപ്പൊ നമുക്ക് 10ന്റെ സ്ഥാനത്തെ സംഖ്യ 1 എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത പോയിന്റ്, ഇപ്പൊ നമുക്ക് 1000-ന്റെ സ്ഥാനത്ത് 2 എന്ന് കിട്ടി, 10ന്റെ സ്ഥാനത്ത് 1 എന്ന് കിട്ടി, 1ന്റെ സ്ഥാനത്ത് നമുക്ക് 4 എന്ന് കിട്ടി. ഇനി നമുക്ക് 100ന്റെ സ്ഥാനത്തെ സംഖ്യയാണ് കിട്ടേണ്ടത്. അപ്പൊ അതിന് നമുക്ക് അവിടെ വേറെ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അക്കങ്ങളുടെ തുക 10 ആണ് എന്ന് തന്നിട്ടുണ്ട്. അക്കങ്ങളുടെ തുക 10 ആണെന്ന് തന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടിയ അക്കങ്ങൾ നമ്മൾ കൂട്ടി നോക്കുക. 2ഉം 1ഉം 3 വരും, 3ഉം 4ഉം 7 വരും. ഇനി 10 ആവാൻ നമുക്ക് എത്ര കൂടി വേണം? 10 ആവാൻ എത്ര കൂടി വേണം? ഓപ്ഷൻ ബി 6. 10 ആവാന് 2ഉം 1ഉം 3, 3ഉം 4ഉം 7. 10 ആവാൻ എത്ര കൂടി വേണം? 3ഉം കൂടെ വേണം. അപ്പൊ നമ്മുടെ 100ന്റെ സ്ഥാനത്തെ സംഖ്യ വന്നത് 3 ആണ് അല്ലെ? അപ്പൊ 1000-ന്റെ സ്ഥാനത്ത് 1ന്റെ സ്ഥാനത്ത് 4, 10ന്റെ സ്ഥാനത്ത് 1, 100ന്റെ സ്ഥാനത്ത് 3. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ വരെ എന്താണ്? 2314. അതായത് നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. ഇങ്ങനെ നമ്മൾ ഓരോ പോയിന്റുകളും മനസ്സിലാക്കി ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ നോക്കൂ. ഇപ്പൊ ഇത്രയും നമ്മൾ കണക്കുകൾ ഇവിടെ ചെയ്തു. നമ്മൾ ഇവിടെ ചെയ്തതിൽ അധികം നമ്മളോട് ചോദിച്ചത് നമ്മുടെ ഇരട്ട സംഖ്യകള്, ഒറ്റ സംഖ്യകള്, പിന്നെ എന്താ കൂട്ടാന്, കുറയ്ക്കാന്, ഇതൊക്കെ നമുക്ക് LSS പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ മൈക്ക് മ്യൂട്ട് ചെയ്യട്ടെ മോനെ. മൈക്ക് മ്യൂട്ട് ചെയ്യും, ടീച്ചർ പറഞ്ഞത് കേൾക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞാൽ നമുക്ക് ഈ ഓരോ ക്വസ്റ്റ്യൻസും നമ്മള് ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ശിവകുമാറിന്റെ എഴുതിയ ആള് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ ഓക്കെ.
അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ കണ്ടോ, നമ്മൾ ഓരോ പ്രസ്താവനകളും വായിച്ചു നോക്കി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നില്ലേ? നിങ്ങൾ എല്ലാവരും അതിന്റെ ആൻസർ പറയുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വർണഗിരി LP സ്കൂളില് ഈ വർഷം ചേർന്ന കുട്ടികൾക്ക് 5000 മുതൽ 5070 വരെയുള്ള അഡ്മിഷൻ നമ്പറുകളാണ് നൽകിയിരിക്കുന്നത്. 5000 മുതൽ 5070 വരെ. അപ്പൊ 5000 മുതൽ വരെ എന്ന് പറയുമ്പോൾ അത് പെടുമെന്ന് നോക്കുക. അപ്പൊ നമ്മളെ സ്കൂളിൽ പറയാണ് നാളെ 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക് സ്കൂൾ ഇല്ല എന്ന് പറഞ്ഞാല് നമ്മൾ 2, 3 മാത്രമാണോ സ്കൂൾ ഇല്ലാതിരിക്കുക? അല്ലല്ലോ. 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്കും സ്കൂൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ 1ഉം 2ഉം 3ഉം 4ഉം നമ്മൾ എടുത്തു അല്ലെ? അപ്പൊ ഇതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ ക്വസ്റ്റ്യൻസിനെ ഒന്ന് മാറ്റി നോക്കാം. അപ്പൊ അത് നമ്മൾ അതിൽ പെടുന്നുണ്ടോ എന്ന് നോക്കാൻ. കാരണം നമുക്ക് കൺഫ്യൂഷൻ തരാൻ വേണ്ടിയിട്ട് പലതിലും 5000നും 5070നും ഇടയിൽ എന്ന് പറഞ്ഞാൽ ഈ 2 നമ്പറുകൾ കൂട്ടരുത്. ഈ പോയിന്റ് ഒക്കെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. 5000നും 5070നും ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 2 നമ്പറുകളും കൂട്ടരുത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 5000 മുതൽ 5070 വരെ. അപ്പൊ മുതൽ വരെ, ഇപ്പൊ 1 മുതൽ 4 വരെ അല്ലെങ്കിൽ 1 മുതൽ 7 വരെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ 1ഉം 4ഉം അല്ലെങ്കിൽ 1ഉം 7ഉം ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 5000 മുതൽ 5070 വരെയുള്ള അഡ്മിഷൻ നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് കുട്ടികൾക്ക്. ഇനി ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായവ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് ഇതുപോലെ ഒരു അഡ്മിഷൻ നമ്പറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 12ാമത്തെ കുട്ടിയുടെ തന്നിട്ട് 1ാമത്തെ കുട്ടിയുടെ കാണാൻ തന്നില്ലേ? അപ്പൊ അതിന് നമ്മളൊരു 1 കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറഞ്ഞില്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ഇത് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എത്ര കുട്ടികളാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഇത് കുട്ടികളെ കണ്ടുപിടിക്കാൻ 5070ൽ നിന്ന് 5000 നമ്മൾ കുറയ്ക്കുക. എത്ര കുട്ടികളാണ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്? 5070ൽ നിന്നും 5000 കുറച്ചാൽ നമുക്ക് 70 എന്ന് ഉത്തരം കിട്ടും. നമ്മൾ ഇവിടെ കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇനി 1 എന്താ ചെയ്യേണ്ടത്? കുറച്ചാൽ 1 നമ്മൾ എന്താ പറഞ്ഞത്? കൂട്ടുക അല്ലെ? കുറച്ചാൽ, വെരി ഗുഡ്. കുറച്ചാൽ നമ്മൾ അവിടെ 1 കൂട്ടുകയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 70 എന്നുള്ള ഉത്തരമാണ് വരുന്നത് അല്ലെ? അപ്പൊ ആ 70ന്റെ കൂടെ നമ്മൾ 1 കൂട്ടി. അപ്പൊ നമുക്ക് 71 എന്നുള്ള ഉത്തരം കിട്ടി. ഓക്കെ. അപ്പൊ ഈ ഉത്തരമാണ് 71 ആണ് നമ്മുടെ ഉത്തരം. അപ്പൊ ഈ ഇത് നമ്മൾ അവിടെ ചെയ്ത് വെച്ചിട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. ഇനി ഈ പോയിന്റ് മനസ്സിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഉത്തരം കിട്ടിയാൽ, മറ്റേത് നമുക്ക് എന്താണ്, ഈ ഉത്തരം കണ്ടുപിടിച്ചാൽ നമുക്ക് അവിടെ മാർക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെയല്ല. ഈ ഉത്തരത്തിനോട് ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ് ആ പ്രസ്താവനകളൊക്കെ നോക്കി ശരിയിട്ട് അതിന്റെ ഓപ്ഷൻസ് എഴുതണം. അപ്പൊ മാത്രമേ നമുക്ക് അവിടെ ഉത്തരം കിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടി, നിങ്ങൾ പറഞ്ഞു. പക്ഷെ അതോടെ നമ്മൾ അവിടെ അവസാനിച്ചിട്ടില്ല. ഇനി നമുക്ക് അവിടെ ചെയ്യാനുണ്ട്. ഇനി നമ്മൾ ആ ഓപ്ഷൻസ്, പ്രസ്താവനകൾ ഓരോന്നും വായിച്ചു നോക്കുക. 1ാമത്തെ പ്രസ്താവന എന്താണ്? സ്കൂളിൽ ഈ വർഷം ചേർന്ന കുട്ടികളുടെ എണ്ണം 70 ആണ്. നമ്മൾ കണക്ക് കൂട്ടിയപ്പോൾ നമുക്ക് 71 എന്നാണ് ഉത്തരം കിട്ടിയത് അല്ലെ? അപ്പൊ 1ാമത്തെ ഓപ്ഷൻ നമുക്ക് എന്താണ്? തെറ്റാണ്. അപ്പൊ അവിടെ നിങ്ങൾ പെൻസിലും കൊണ്ട് തെറ്റ് എന്ന് ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ഓപ്ഷൻ പറയുന്നത് എന്താണ്? സ്കൂളിലെ ഈ വർഷം ചേർന്ന 10ാമത്തെ കുട്ടിയുടെ നമ്പർ 5009 ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു 10ാമത്തെ കുട്ടിയുടെ എന്നൊക്കെ കാണാൻ നമ്മള് ആദ്യത്തെ കുട്ടിയുടെ നമ്പറിന്റെ കൂടെ 10 കൂട്ടിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂട്ടിയാൽ 1 എന്താ ചെയ്യാ? കുറയ്ക്കുക. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇവിടെ 1ാമത്തെ കുട്ടിയുടെ നമുക്കറിയാം 5000 ആണ് അല്ലെ? അപ്പൊ 5000ത്തിന്റെ കൂടെ 10ാമത്തെ കുട്ടിയുടെ നമ്പർ എന്ന് പറയുമ്പോൾ 10 കൂട്ടുക. അപ്പൊ 5000നോട് 10 കൂട്ടിയാൽ 5010 കിട്ടും. കൂട്ടിയാൽ അപ്പൊ നമ്മൾ 1 കുറയ്ക്കണം. ആ പോയിന്റ് മനസ്സിലുണ്ടായിരിക്കണം. 1 കുറച്ചാൽ 5010ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് എത്ര ഉത്തരം കിട്ടുക? 5009. യെസ്, 5009 അല്ലെ? അപ്പൊ നമ്മൾ 2ാമത്തെ ഓപ്ഷൻ പറഞ്ഞത് എന്താണ്? സ്കൂളിൽ ഈ വർഷം ചേർന്ന 10ാമത്തെ കുട്ടിയുടെ നമ്പർ ഓക്കെ 5009 എന്നുള്ള ഓപ്ഷൻ. അപ്പൊ അതെന്താണ്? ശരിയാണ് അല്ലെ? അപ്പൊ ആ ഓപ്ഷൻ ശരിയാണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ അവിടെ നമ്മൾ ടിക്ക് ഇടുക. അത് മറക്കരുത് കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ നമുക്കത് പറ്റില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഒപ്പം ടിക്കും, തെറ്റാണെങ്കിൽ തെറ്റൂടെ, ശരിയാണെങ്കിൽ ശരി ഇട്ടിട്ട് പോവാം. ഇനി 3ാമത്തെ ഓപ്ഷൻ പറഞ്ഞത് എന്താണ്? സ്കൂളിൽ ഈ വർഷം ചേർന്ന കുട്ടികളുടെ എണ്ണം 71 ആണ്. നമ്മൾ നേരത്തെ കണക്ക് കൂട്ടി 5000ൽ നിന്നും 5070 കുറച്ച് 1 കൂട്ടി. അപ്പൊ നമുക്ക് 71 എന്നുള്ള ഉത്തരം 70 കിട്ടി. 1 കൂട്ടിയപ്പോ നമുക്ക് 71 എന്നുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്താണ്? കറക്റ്റ് ആണ് അല്ലെ? സ്കൂളിൽ ഈ വർഷം ചേർന്ന കുട്ടികളുടെ എണ്ണം 71 ആണ്. അപ്പൊ ആ ഓപ്ഷനും ശരിയാണ്. 3ാമത്തെ ഓപ്ഷൻ എന്താണ്? ശരിയാണ്. അപ്പൊ നമ്മൾ അവിടെ ടിക്കറ്റ് വെക്കുക. ഇനി 4ാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? സ്കൂളിൽ ഈ വർഷം ചേർന്ന 10ാമത്തെ കുട്ടിയുടെ നമ്പർ 5010 ആണ് എന്ന്. 10ാമത്തെ കുട്ടിയുടെ നമ്പർ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. 10 കുറച്ചിട്ട്
സോറി 10 കൂട്ടിയിട്ട് ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് 5009 എന്നുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ നമ്മളിപ്പോ ചെയ്തതിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ആയിരുന്നു ശരി കിട്ടിയിട്ടുണ്ടായിരുന്നത്? 2ഉം 3ഉം ആണ് ശരി കിട്ടിയിട്ടുള്ളത്. അതെ അല്ലെ? ഓക്കെ. അപ്പൊ ഇനി നമ്മുടെ ഓപ്ഷനിൽ നോക്കാം. അപ്പൊ ഓപ്ഷൻ വായിച്ചു നോക്കുക. എ 1 2, ബി 2 3, സി 3 4, ഡി 1 4. അപ്പൊ നമുക്ക് ഇതിലെ നമ്മുടെ ശരിയായത് നമുക്ക് 2 3 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വേഗം നമുക്ക് ഇവിടെ ഓപ്ഷൻസ് നോക്കിയാൽ നമ്മുടെ ശരി നമ്മുടെ ശരികളുടെ നമ്പർ നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടോ എന്ന് നോക്കുക. മ്യൂട്ട് ചെയ്യൂ കേട്ടോ. അപ്പൊ നമ്മുടെ ശരികളുടെ എണ്ണം ഏതൊക്കെ നമ്പറുകൾ ഏത് ഓപ്ഷനിലാണ് കിടക്കുന്നതെന്ന് നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ബിയിൽ നമുക്ക് കിടക്കുന്നുണ്ട് 2 3 എന്ന്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ബി ആണ്. കണ്ടോ, നമ്മൾ എത്ര നമ്മൾ ചെയ്ത് നോക്കി. നമ്മൾ ആദ്യം തന്നെ നമുക്ക് 71 എന്ന് മാത്രം അറിഞ്ഞാൽ പോരെ, നമ്മൾ ഈ സ്റ്റെപ്പും കൂടെ ചെയ്യണം. ഇത് ടീച്ചർ പറയുമ്പോൾ കുറേ ടൈം എടുക്കുകയാണ്. നിങ്ങൾക്ക് അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വന്നാൽ എളുപ്പമാവും. ഇത്രയൊന്നും പണി ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9999 എന്ന സംഖ്യയെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പൊ നമുക്ക് 9999 എന്നുള്ള ഒരു സംഖ്യ തന്നിട്ടുണ്ട്. ഈ സംഖ്യക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? ഈ സംഖ്യ എന്താണ്? ഏറ്റവും വലിയ നാലക്ക സംഖ്യയാണ്. യെസ്, വെരി ഗുഡ്. ഇത് നാലക്ക സംഖ്യയാണ്. അപ്പൊ നമ്മുടെ നമ്മള് വായിച്ചു നോക്കുക. നമ്മുടെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? ഇത് ഏറ്റവും വലിയ നാലക്ക സംഖ്യയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ഏറ്റവും വലിയ നാലക്ക സംഖ്യയാണ്. അപ്പൊ നമ്മുടെ ഒന്നിന്റെ അവിടെ നമ്മൾ ശരിയിട്ട് വെക്കുക. ഇനി അടുത്ത പ്രസ്താവന നോക്കുക. ഇതിനോട് ഒന്ന് കൂട്ടിയാൽ ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ കിട്ടും. ഇതിനോട് ഒന്നും കൂട്ടിയാൽ നമുക്ക് എത്ര ഉത്തരം വരിക? എത്ര ഉത്തരം കിട്ടും? 10,000 അല്ലെ? 10,000 10,000 നമുക്ക് ഉത്തരം കിട്ടും. നമുക്കറിയാം ഏറ്റവും ചെറിയ അതെ ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയാണ് കിട്ടുന്നത് അല്ലെ? അപ്പൊ ആ ഓപ്ഷനും ശരിയാണ്. നമ്മള് രണ്ടാമത്തെ ഓപ്ഷന്റെ അവിടെയും നമ്മൾ എന്ത് ചെയ്യുക? ശരിയിട്ട് വെക്കുക. ഒന്നാമത്തെ നമുക്ക് ശരി കിട്ടി, രണ്ടാമത്തെ ശരി കിട്ടി. ഇനി നമുക്ക് നോക്കാം. ഈ സംഖ്യയില് 999 പത്തുകളുണ്ട്. എങ്ങനെയാ പത്തുകൾ കണ്ടുപിടിക്കുക? 10ന്റെ സ്ഥാനത്ത് 10ൽ എത്ര പൂജ്യം ഉള്ളത്? ഒരു പൂജ്യം. 10ന്റെ സ്ഥാനത്തെ സംഖ്യ അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിലേക്ക് നോക്കുക. അപ്പൊ എത്ര തന്നെയാ വരിക? 10ന്റെ സ്ഥാനത്ത് സംഖ്യയുടെ അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിലേക്ക് നോക്കി നോക്കുക. അപ്പൊ 3 9 തന്നെയല്ലേ 10ന്റെ സ്ഥാനത്ത് അവിടുന്ന് ബാക്കിലേക്ക് നോക്കുമ്പോ? അപ്പൊ എത്ര തന്നെയാ വരിക? 999 പത്തുകള്. അതെ, 999 പത്തുകൾ എന്നുള്ളത്. അപ്പൊ ആ ഓപ്ഷനും എന്താണ്? ശരിയാണ്. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷനും ശരിയാണ്. അപ്പൊ നമുക്ക് ഒന്നും കിട്ടി. നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കി ശരിയാണ്. അപ്പൊ ഇവിടെ താഴത്തെ ഓപ്ഷൻ ഉണ്ടോ നോക്കുക. വേഗം ടിക്കറ്റ് പോവാ ചെയ്യരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ നമ്മൾ ചെയ്തു, അത് ശരിയായി വന്നത്. രണ്ടാമത്തെ ചെയ്തു, അതും ശരിയാണ് വന്നത്. മൂന്നാമത്തെ ചെയ്തു, അതും ശരിയാണ് വന്നത്. ഇനി നാലാമത്തെ ഒരു ഓപ്ഷനും കൂടിയുണ്ട്. ഇതൊരു ഇരട്ട സംഖ്യയാണ്. അല്ല അല്ലെ? നമ്മൾക്കറിയാം 2 4 6 8 0 എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്നതാണ് ഇരട്ട സംഖ്യകൾ വരുന്നത് അല്ലെ? മ്യൂട്ട് ചെയ്യൂട്ടെ മോനു. ഇത്രയും സംഖ്യകൾ 2 4 6 8 0 എന്നിവയിൽ അവസാനിക്കുന്നതാണ് ഇരട്ട സംഖ്യ. അപ്പൊ നമ്മുടെ സംഖ്യയിൽ നോക്കുക, അതിലതൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ സംഖ്യ എന്താണ്? ഇതൊരൊറ്റ സംഖ്യയാണ്. അപ്പൊ നാലാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ് അല്ലെ? ഇപ്പൊ നമ്മൾ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ശരിയിട്ടത്? 1 2 3 1 2 3 നോക്കിയേക്കാം. നമ്മുടെ ഓപ്ഷൻസില് 1 2 3 ശരിയെന്ന് എഴുതിയിരിക്കുന്നത് ബി ആണ് അല്ലെ? അപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ അത് ഉണ്ടോ നമ്മൾ വന്ന് നോക്കുക. ഉണ്ട്. 1 2 3 ശരിയാണ് എന്നുള്ളത് നമ്മുടെ ഓപ്ഷൻ ഏതാ വരുന്നത്? ബി ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാ വരിക? ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 12ാമത്തെ ക്വസ്റ്റ്യൻ. 20 × 8 160. 11 സെയിം ക്വസ്റ്റ്യനാ പോകുന്നു. ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ട് ഓർമ്മയില്ലാതെ എഴുതിയതാണ് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തില്ലേ 2000-നും 2100-നും? അത് വീണ്ടും അവിടെ ക്വസ്റ്റ്യന് വന്നത് നമ്മൾ ചെയ്തതാണ് കേട്ടോ മോള്. നമ്മൾ 9 എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തില്ല, അത് തന്നെയാണ് കേട്ടോ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. 20 × 6 20 8കൾ ചേർന്നതാണ് 100. ഇതേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ എക്സാമിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലോണം ശ്രദ്ധിച്ചു വെച്ചോളൂ. ഇതൊക്കെ എളുപ്പത്തിന് വരാൻ ചാൻസ് ഉള്ളതാണ്. 20 8കൾ ചേർന്നാൽ നമുക്ക് ഉത്തരം കിട്ടും
160 എന്ന്. 160. അപ്പൊ നമ്മൾ എങ്ങനെ മനസ്സിലാക്കി വെക്കുക, 20 × 8 എന്ന് പഠിക്കുന്നതിനേക്കാൾ 20 8കൾ ചേർന്നാൽ നമുക്ക് 160 എന്നുള്ള ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ 21 8കൾ ചേർന്നാൽ എത്ര കിട്ടും എന്ന് നോക്കുക. അപ്പൊ 20 8 160. അല്ല, 21 8കൾ എന്ന് പറയുമ്പോൾ ഒരു 8ഉം കൂടെ അവിടെ കൂടുകയല്ലേ ചെയ്തത്. 20 8 ആയിരുന്നു, അത് കൂടെ ഒരു 8ഉം കൂടെ അവിടെ കൂടി. അപ്പൊ നമ്മൾ 160നോട് എന്താ ചെയ്യാ? അതെ അതെ. അപ്പൊ നമ്മൾ അങ്ങനെ കണക്കാക്കുക. 20 × 8 എന്ന് പഠിക്കുന്നതിന് പകരം 20 8കൾ ചേർന്നാൽ 160 കിട്ടി. അപ്പൊ 21ാമത്തെ ഒരു 8ഉം കൂടെ വന്നാൽ 160നോട് നമ്മൾ 8 കൂട്ടണം അല്ലെ. അപ്പൊ നമ്മുടെ ആ ഓപ്ഷൻ നമുക്കിപ്പോ മനസ്സിലായി. 160നോട് 8 കൂട്ടുക, അതായത് 168 അവിടെ ഉത്തരം വരികയാണ്. ഇനി ആ ഓപ്ഷൻ നമ്മുടെ ഇതിലുണ്ടോ എന്ന് നോക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ വരുന്നത് 160നോട് 10 കൂട്ടിയാൽ എന്നാണ്. 160നോട് 10 കൂട്ടിയാൽ എന്നുള്ള ഓപ്ഷൻ അല്ല വന്നത് അല്ലെ, അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് വന്നത് എന്താണ്? 160നോട് 8 കൂട്ടിയാൽ 8 കൂട്ടിയാൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്തത് എന്താണ്? 150നോട് 8 കൂട്ടിയത് എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട് അല്ലെ. പിന്നെ 160 8 കുറച്ചത്. അപ്പൊ ഏതാ നമ്മുടെ ഉത്തരം വരിക? ഓപ്ഷൻ ബി. ഓപ്ഷൻ ഓപ്ഷൻ ബി. 160നോട് 8 കൂട്ടുക. ഓപ്ഷൻ ബി. ബി 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 ബി. ഓക്കെ, ഓപ്ഷൻ ബി. 160നോട് 8 കൂട്ടിയാൽ എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് വന്നത് അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അതൊരു പാറ്റേൺ ആണ്. 6070, 6080, 6090 എന്ന പാറ്റേൺ പരിശോധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ നമ്മൾ ഇനി നമുക്ക് ആ ഒരു പാറ്റേൺ മാത്രം. അല്ല, നമ്മുടെ അങ്ങനെയല്ലല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ വരിക. നമ്മുടെ നേരിട്ട് പോയി നമുക്ക് ആ പാറ്റേൺ എഴുതലല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് പ്രസ്താവനകൾ തിരഞ്ഞെടുക്കണം അല്ലെ. കുറെ പ്രസ്താവനകൾ താഴെ തന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് നോക്കാം. 6070, 6080, 6090. അപ്പൊ നമ്മൾ എത്ര കൂടിയിട്ടാണ് വരുന്നത്? എത്രയാണ് അതിന്റെ മാറ്റം വരുന്നത്? കൂടി വരുന്നത് അല്ലെ. 6070, ഓക്കെ, 6070, 6080, 6090. അപ്പൊ 10 വീതം കൂടി വരുന്നതാണ്. നമ്മുടെ ഒന്നാമത്തെ പ്രസ്താവന നോക്കുക. സംഖ്യകള് 10 വീതം കൂടുന്നു. ശരിയാണോ ആ പ്രസ്താവന? ശരിയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവിടെ ഒന്നിന്റെ അവിടെ ചെരിഞ്ഞ് ഇട്ട് വെക്കും. സംഖ്യ 7000 ആണ് വരുന്നത്. ആണോ? 6090 വരെ അവിടെ ഉള്ളൂ അല്ലെ. 6090 നമുക്ക് പെട്ടെന്ന്, പക്ഷെ നമ്മൾ ആലോചിക്കില്ല. പെട്ടെന്ന് 7000 കണ്ട ചാടി എഴുതും. അങ്ങനെ ചെയ്യരുത്. 10 കൂടി വരാന്നുണ്ട്. അപ്പൊ നമുക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? 6090നോട് കൂടി 10 കൂട്ടി നോക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും 7000 അല്ല ഉത്തരം വരുന്നത് എന്നുള്ളത്. അപ്പൊ അടുത്ത സംഖ്യ 7000 ആണ് എന്നുള്ള ആ ഒരു പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? അടുത്ത സംഖ്യ 6100 ആണ്. ആണോ? അടുത്ത സംഖ്യ 6100 ആണോ? ആണല്ലേ. അടുത്ത സംഖ്യ 6100. 6100 ആണ് വരുന്നത്. അപ്പൊ ആ ഒരു പ്രസ്താവന എന്താണ്? ശരിയാണ്. അടുത്തത് 10കൾ കൂടി വരുന്ന പാറ്റേൺ ആണ്. ആണോ? 10കൾ കൂടി വരികയാണോ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതെല്ലേ. അപ്പൊ നമ്മൾ ആ ഓപ്ഷന്റെ അവിടെയും നമ്മൾ എന്ത് ചെയ്യുക? ടിക്ക് ഇട്ട് വെക്കുക. അപ്പൊ നമുക്കിപ്പോ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ശരിയായിട്ട് വന്നത്? 1 ഉം 3 ഉം 4 ആണ് ശരിയായിട്ട് വന്നത്. അപ്പൊ ആ ഒരു പ്രസ്താവന ശരിയാണ് വന്നത് നമുക്ക് 1 ഉം 3 ഉം 4 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ വരിക 1 3 4 ഓപ്ഷൻ ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇത്തിരി നേരം നിങ്ങൾ കുറെ കണക്കുകൾ ചെയ്തു. ഇപ്പൊ ഇതില് നമുക്ക് അത്ര ബുദ്ധിമുട്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കണക്ക് തോന്നിയോ? ഏതെങ്കിലും ഒരു ഏത് കണക്കാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്?
നമുക്ക് നോക്കൂ, ഇപ്പൊ നമ്മൾ ഇത്രയും കണക്കുകൾ ചെയ്തതിൽ എല്ലാം നമുക്ക് ഇപ്പം കൂട്ടാൻ അറിഞ്ഞാൽ മതി, കുറയ്ക്കാൻ അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഏറ്റവും വലിയ രണ്ടക്കം, മൂന്നക്കം, നാലക്കം ഈ സംഖ്യകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം. ഏറ്റവും ചെറിയ അക്കങ്ങൾ ഇതുപോലെ വന്നാൽ നമുക്ക് ചെയ്യാൻ അറിയാം. ഇരട്ട സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, ഇത്രയൊക്കെ തന്നെ നമ്മൾ ഇതിൽ ചോദിച്ചിട്ടുള്ളൂ അല്ലെ. പക്ഷെ നമ്മൾ ഇതൊക്കെ എന്താണ് ഓരോന്നും നമ്മൾ മനസ്സിലാക്കി ചെയ്തു പോയാൽ നമുക്കിപ്പോ എല്ലാവർക്കും നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളിലൊക്കെ വരുന്നത്. ഇതൊക്കെ അറിയുന്ന ഒരു കുട്ടിക്ക് നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴേ നിങ്ങൾ ഇങ്ങോട്ട് ആൻസർ പറയുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത്രയും കാര്യങ്ങൾ മതി. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട, പേടിക്കേണ്ട, ഒന്നും വേണ്ട. നമ്മൾ ഓരോ പോയിന്റുകളും ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ പോലെ ഒരു 2-3 തവണ വായിച്ചു നോക്കുക. തന്ന കാര്യങ്ങൾ എന്താണ്, ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഇത് തമ്മിലുള്ള ബന്ധം, ഈ 3 പോയിന്റുകൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ മാത്സ് ചെയ്യാനിരിക്കുക. ഇപ്പൊ തന്നെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും. നിങ്ങൾ ടെൻഷനായിട്ട് പേടിച്ചിട്ടൊന്നും പോകണ്ട. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരങ്ങളൊക്കെ അറിയുന്നതാണ്. നിങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ 10 ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുമ്പോഴും നിങ്ങൾ എല്ലാവരും ഒരാൾ പോലും ഒരു ഇത് എന്താ ഇങ്ങനെ വന്നെന്നുള്ള ഒരു കാര്യം ചോദിക്കുന്നില്ല. കാരണം എന്താ, നിങ്ങൾക്ക് എല്ലാം അറിയാം. അപ്പൊ നിങ്ങൾ അതിന് ടെൻഷൻ ആവണ്ട. എല്ലാവർക്കും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാനും എക്സാം എഴുതാൻ സാധിക്കും. ആരും ടെൻഷൻ ആവേണ്ട, പേടിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും കണക്കുകൾ ഡൗട്ട് ഉണ്ടോ? പറയൂ. ആദ്യത്തേതോ? ഇതിപ്പോ ഞാൻ കാണിച്ചു 6741 എന്ന സംഖ്യയെ കുറിച്ച്. അതാണോ അറിയാത്തത്? ഇതിലിപ്പോ നമ്മൾ രണ്ടാമത്തെ ചോദ്യം. ഇതൊക്കെ നമുക്ക് എന്താണ്, എത്ര നൂറുകള് എത്ര അതറിഞ്ഞാൽ നമുക്ക് ഈ കണക്കുകളൊക്കെ ചെയ്യാം. അപ്പൊ 6741 നമ്മൾ വരുന്നത് എന്താണ്, 67 നൂറാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് നമുക്ക് പഠിക്കണം അല്ലെ. നമുക്ക് അറിയാം ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ 1 ആണ്, 10ന്റെ സ്ഥാനത്ത് വരുന്നത് 4 ആണ്, 100ന്റെ സ്ഥാനത്ത് 7 ആണ്, 1000ന്റെ സ്ഥാനത്ത് 6 ആണ്. അപ്പൊ നൂറുകൾ എന്ന് പറയുമ്പോൾ 100ന്റെ സ്ഥാനത്ത് സംഖ്യയുടെ അവിടെ നിന്ന് ബാക്കിലേക്ക് നമ്മൾ നോക്കുക. അപ്പൊ 67 ആണ്. അപ്പൊ 67 നൂറുകൾ എന്ന് പറഞ്ഞത് ശരിയാണ്. ബാക്കി അതിൽ വരുന്നത് 41 ആണ്. അപ്പൊ 41 പത്തുകളാണ് അതിൽ, സോറി ഒന്നുകളാണ് അതിൽ വരുന്നത്. അപ്പൊ ആ ഒരു ഓപ്ഷൻ ശരിയാണ്. പിന്നെ 6741 6000 ആണ് ഉള്ളത്, 741 ഒന്നുകളാണ് ഉള്ളത്. അതൊക്കെ നമുക്കറിയാം. 6000 കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സംഖ്യകൾ നോക്കുക. അപ്പൊ 741. പിന്നെ നമുക്ക് എല്ലാ സംഖ്യകളും കൂടെ നോക്കുമ്പോൾ 6741 6741 ഒന്നുകളാണ് ഉള്ളത്. പിന്നെ 10ന്റെ സ്ഥാനത്ത് നോക്കുക. 10ന്റെ സ്ഥാനത്ത് സംഖ്യ 4ആണ്. 4ന്ന് അങ്ങോട്ട് ബാക്കിലേക്ക് നോക്കുക. അപ്പൊ 674 10 ഒരു ഒന്നും. അപ്പൊ ആ പറഞ്ഞ ഓപ്ഷൻസിൽ അതെല്ലാം ശരിയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇതൊക്കെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് ചെയ്യാൻ. ഇപ്പൊ ഇതേപോലെ തന്നെ നൂറുകളുടെ കാര്യം നമ്മൾ പറഞ്ഞതും 6000 ആദ്യം എത്ര നൂറുകൾ ഉണ്ട് നമുക്കറിയണം. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി, 6000 നൂറുകളിൽ 2 പൂജ്യം അല്ലേ ഉള്ളത്. അപ്പൊ ഈ 6000 ഈ 2 പൂജ്യം മാറ്റി ബാക്കി എത്ര ഉണ്ട് നോക്കുക, 60. അപ്പൊ 60 നൂറുകളാണ് വരിക. അപ്പൊ 60 100 ആണ് നമുക്ക് ആവശ്യം. ആ കുട്ടിയുടെ കയ്യിൽ എത്ര എണ്ണം ഉണ്ട്, 6 നൂറുകളുണ്ട്. അപ്പൊ 60ൽ നിന്നും 6 കുറച്ചാൽ എത്ര കിട്ടും, 54 എന്ന് കിട്ടും. ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഒരേ പാറ്റേണിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. ഈ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം കുറേ ക്വസ്റ്റ്യൻസ് ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ